നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് സകല ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവമായിരിക്കുക ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരുവാനും ഇപ്രകാരം അടികൾക്ക് ഈ ആഴ്ചയിലും കർത്താവെ ആരാധന ചെയ്യുവാനും അടികൾക്ക് അവിടുന്ന് അനുവാദവും അവസരവും തന്ന ഓർത്ത് തിരുനാമത്തെ വാഴ്ത്തുന്നു. സംഭവവിപുലമായിരിക്കുന്ന ലോകത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും അടിയങ്ങളെ അവിടുന്ന് പോറ്റി പുലർത്തുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രിയ കർത്താവെ, ഉചിതമായ അങ്ങയെ ആരാധിപ്പാൻ, കർത്താവെ അങ്ങേക്ക് പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനം ധ്യാനിപ്പാൻ ഈ അടികളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അവർക്ക് അനുഗ്രഹമായി വിടുതലായി തീരട്ടെ. ഞങ്ങളുടെ ദേശത്തിന് അത് വിടുതലായി മാറട്ടെ. കർത്താവെ, അടികൾ അവിടുത്തെ നാമത്തെ ആരാധിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങളുടെ ആരാധന അവിടുത്തെ സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ നന്മകളാലും നിറയ്ക്കണമേ. ഈ ആപത്തിൻ്റെ ഈ അനർത്ഥങ്ങളുടെ നാളുകളിൽ കർത്താവെ, ഞങ്ങൾ കൂടുതലായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനും ആരാധിച്ച് കർത്താവെ അവിടുത്തെ അനുഗ്രഹം പ്രാപിപ്പാനും അടികളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദൈവം കേൾക്കണമേ. ആമേൻ. ദൈവനാമ മഹത്വത്തിനായി 26-ാം കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 26. Amen.
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായുവിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യപോലെ തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും നിന്റെ മുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിയ സർവ്വത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ തലകളെ വണക്കി ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനഃപൂർവ്വമായി അനുദപിച്ച് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് നമുക്ക് ദൈവത്തോട് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ഏറ്റവും വിനയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ തെറ്റിച്ചെല്ലിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ വിളികളെ തുടരുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരുന്ന വാഗ്ദത്ത പ്രകാരം അനുഗമിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോട് നീതിയോട് സമ്മതത്തോട് നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിൻ നാമം സ്തുതിക്കപ്പെടട്ടെ.
വരുവേ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനെതിരെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ് ഒന്നാം പാഠം. ഇന്നേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാലിന്യമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൻ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്ന് തന്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ ആ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 8. 8-ാം സങ്കീർത്തനം നമുക്ക് വാക്യമായി ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ചേർന്ന് വായിക്കും. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ആദിയിലുള്ള പ്രകാരം തന്നെ ആമേൻ. രണ്ടാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 11 മുതൽ 17 വരെ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ഭാര്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽക്കൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്ക് നിൽക്കുന്നു എന്നറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ, അവന്റെ ദൂതൻ ആകുന്നു എന്ന് അവൻ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് എന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം
പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പിൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇവിടെ 2-ാം വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. നമുക്ക് സഭയുടെ പാട്ട് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പസ്വരന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷികാര് ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്യതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാവരും വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ വരമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വരുത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തെ പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയും ഉള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെ. യേശു വീണ്ടും പടകിൽ കയറി ഇക്കര കടന്നു. കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നു. അവനെ കണ്ടു കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവനോട് കൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്നു അവനെ തിക്കിക്കൊണ്ട് ഇരുന്നു. 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനുമല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവനെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു. കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലെ, എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥത്തോടെ തലീത കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയോന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നും പറഞ്ഞു. നിങ്ങൾ കേട്ടത് ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് മുൻപായി 218-ാം കീർത്തനത്തിൽ നിന്ന് പാടാം. കീർത്തനം 218.
നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമെടുത്ത് ഞങ്ങളുടെ മധ്യേ വന്ന് ഞങ്ങളോടൊപ്പം പാർത്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് സൗഖ്യമായി, സമാധാനമായി, ആശ്വാസമായി, ബലമായി, ഉയിരായി ഞങ്ങളോടൊപ്പം വസിച്ച ആ വലിയ സ്നേഹത്തെ ഞങ്ങൾക്ക് ഓർക്കുവാനും അത് പാടുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദി പറയും. നിത്യതയോളം ഞങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവെ സന്തോഷം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഗാനം അവിടുന്നാണ്. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാകുന്നു ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. കർത്താവെ, അവിടുത്തെ സ്നേഹത്തിനായി സ്തുതിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാകുന്നല്ലോ. നിന്റെ സ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലുള്ള ഞങ്ങളുടെ ലോകത്താകമാനമുള്ള എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പെൺ ശിശു ഞായറായി ആചരിക്കുന്ന ഈ ദിവസം കർത്താവെ, ഞങ്ങളെല്ലാ കുഞ്ഞുമക്കളെയും ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരെ സുരക്ഷിതരായിരിക്കാൻ, സന്തോഷത്തോടെ ഇരിപ്പാൻ കർത്താവെ, ദൈവാശ്രയം, ദൈവകൃപയോടെ ഇരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. ഞങ്ങളുടെ വചന ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണം. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമുക്ക് വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രവും നന്ദിയും കരയറ്റുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ സുരക്ഷിതരായി തൻ്റെ ഭുജങ്ങളിൽ വഹിച്ചു, തൻ്റെ ചിറകടിയിൽ നമ്മെ സൂക്ഷിച്ചു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റാം. നാം എത്രത്തോളം പ്രഗത്ഭരായിരുന്നാലും എത്രത്തോളം കഴിവുള്ളവരായിരുന്നാലും ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹമാണ് ദിനംതോറും നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നന്ദിയോടെ എപ്പോഴും നാം ഓർക്കേണ്ടതാണ്. കാരണം നമ്മെക്കാളും പ്രഗത്ഭരും ആരോഗ്യമുള്ളവരും അങ്ങനെ വലിയ നിലയിലുള്ള ആളുകളുമൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ബലഹീനരായിരിക്കുന്ന നമ്മെ ദൈവം ഇത്രത്തോളം സൂക്ഷിക്കുന്നല്ലോ എന്ന് ഓർത്ത് ഓരോ ദിവസവും നന്ദിയുള്ള ഹൃദയങ്ങളോടെ ദൈവത്തെ നാം സ്തുതിക്കേണ്ടതാണ്. ഇന്ന് ഈ ഞായറാഴ്ച നാം പ്രത്യേകിച്ച് ചിന്തിക്കുന്ന വിഷയം, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ചിന്തിക്കുന്ന വിഷയം ഗേൾ ചൈൽഡ് സൺഡേ എന്നുള്ളതാണ്. പെൺ ശിശു ഞായർ. ഈ മാസത്തെ ആദ്യ ഞായറാഴ്ച അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിച്ചു. പൂർണ്ണതോതിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വന്ന ആരാധന നടത്താൻ സാധിച്ചില്ല എങ്കിലും ഈ മാസം സൺഡേ സ്കൂൾ ദിനമായിരുന്നു. വീണ്ടും നമുക്ക് ഒരു ദിവസം കൂടെ ലഭിച്ചിരിക്കുകയാണ് പെൺകുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള ദിവസം. നമുക്കറിയാം, ഇന്നലെ ശിശുദിനമായിരുന്നു. അത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചാച്ചാ നെഹ്റു എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലോ ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. ശിശുക്കളെ, കുഞ്ഞുങ്ങളെ അധികം സ്നേഹിക്കുകയും കരുതുകയും അവർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികളും ഒക്കെ ആസൂത്രണം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ശിശുദിനം, ആ ജന്മദിനമാണ് ശിശുദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് പ്രത്യേകിച്ച് നാം ചിന്തിക്കുന്ന പെൺ ശിശുക്കളെക്കുറിച്ച് ആണ് നാം ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം തന്നെ ഒരുപക്ഷെ സഭ എടുക്കുവാനായിട്ട് കാരണം എന്ന് നാം ചിന്തിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഇന്നും പെൺകുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഗവൺമെൻറ് തലത്തിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഒത്തിരി നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ അവർക്ക് വേണ്ടി കരുതുവാനും അവരെ പരിരക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ തലത്തിൽ ധാരാളം ഉണ്ട് എന്ന് നമുക്കറിയാം. എങ്കിലും ഒരു പരിഷ്കൃത സമൂഹമായിട്ടുണ്ടോ നമ്മുടെ സമൂഹം എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള സംഭവങ്ങളാകുന്നു നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്തിടെ തന്നെ ഉണ്ടായ പല സംഭവങ്ങൾ, ഒന്നിന് പിന്നാലെ ഉണ്ടായ പല സംഭവങ്ങൾ അങ്ങനെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഉത്തർപ്രദേശിലുണ്ടായ സംഭവം നമുക്കറിയാം. അതിൻ്റെ സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒക്കെ ജ്വാലകൾ കെട്ടടങ്ങിയിട്ടില്ല.
എന്നാൽ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംസ്കാര സമ്പന്നമാണ്, അല്ലെ പരിഷ്കൃത സമൂഹമാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നമ്മുടെ അടുത്ത വാളയാറിലുണ്ടായ സംഭവമാണല്ലോ ഇന്ന് രാഷ്ട്രീയ കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ സംഭവം എന്ന് പറയുന്നത്. 2 കുഞ്ഞുങ്ങൾ അവരെ ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടു, അവരെ മരണപ്പെടുവാനായിട്ട് ഇടയായി. അതിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് അവരുടെ മാതാവ് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇന്നും നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. കൊച്ചുമക്കൾ പോലും അതിഭയങ്കരമായിട്ട് ഉപദ്രവിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ മൃഗങ്ങളെ കൊല്ലുന്നത് വലിയ തെറ്റാണ്. മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന തെരുവ് നായ്ക്കളെ കൊല്ലുന്നവരെ കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കണമെന്ന് പറയുന്ന ആളുകൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ പോലും പെൺകുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം താല്പര്യത്തോടെ ഒന്നും പറയാറില്ല എന്ന് നമുക്കറിയാം. മറ്റ് മൃഗങ്ങളെ കൊന്നതിൻ്റെ മാംസം ഭക്ഷിച്ചാൽ അങ്ങനെയുള്ളവരെ കൊല്ലുന്ന അനുഭവങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. വലിയൊരു വിരോധാഭാസമായി നമുക്ക് തോന്നാം. എന്നാൽ മനുഷ്യൻ്റെ ജീവന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ജീവന്, അവരുടെ സുരക്ഷിതത്വത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു തലമുറ ആണ് എന്ന് നാം വളരെ ദുഃഖത്തോടുകൂടി ഓർക്കുകയാണ്. അവരുടെ കണ്ണുനീര് വീഴുന്ന അടുത്തോളം നമ്മുടെ സമൂഹത്തിന് യാതൊരു അനുഗ്രഹവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പെൺകുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കണ്ണുനീര് വീഴുന്ന ആ ഭൂമി ശാപഗ്രസ്തമായി തീരുകയുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നാം വചനം വായിച്ചല്ലോ 8-ാം സങ്കീർത്തനത്തിൽ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ സാദൃശ്യവും സ്വരൂപവുമാണ് ഓരോ മനുഷ്യരിലും ഉള്ളത്. അവരെ നിഷ്കരുണം ഉപദ്രവിക്കുകയും അവരെ അതിഭയങ്കരമായി മൃഗങ്ങളെ പോലെ കടിച്ചു കീറുകയും അവരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ എങ്ങനെയാണ് അനുഗ്രഹമുണ്ടാകുവാനായിട്ട് പോകുന്നത് എന്ന് നാം ഓർക്കണം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള വലിയ ദൈവകോപത്തിൻ്റെയും ശാപത്തിൻ്റെയും ഒക്കെ ഫലമാകാം ഇങ്ങനെയുള്ള മഹാമാരികളും ഇങ്ങനെയുള്ള വലിയ പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ മനുഷ്യരാശിയുടെ മേലെ അടിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നാതിരുന്നിട്ടില്ല. അത്ര ഭയങ്കരമായിട്ടുള്ള മനുഷ്യന്റെ സ്വഭാവ രീതികളെ നാം ഇതൊരു വലിയ പശ്ചാത്തലം നമുക്കറിയാം. എന്നാൽ അങ്ങനെ ഉപദ്രവിക്കപ്പെടേണ്ടവരാണോ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. ആൺകുഞ്ഞായിരുന്നാലും പെൺകുഞ്ഞായിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ അത് ആൺകുഞ്ഞുങ്ങൾക്ക് ഒരു മേൽക്കോയ്മയും അതുപോലെ പെൺകുഞ്ഞുങ്ങൾക്ക് അത്രത്തോളം ഇല്ല, ഒരു തരം തിരിച്ചാണ് പലപ്പോഴും ചിന്തിക്കുക എന്നുള്ളത് യാതൊരു സംശയമില്ല. അതൊരു പക്ഷേ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അങ്ങനെയുള്ളൊരു തിന്മ നിലനിൽക്കുന്നത് കൊണ്ടാവാം അങ്ങനെയുള്ളൊരു വ്യത്യാസം വരുന്നത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അവർ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. അവരെ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ അനുഗ്രഹവുമാണ് അവരിലുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപവുമാണ് അവരിലുള്ളത് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു പെൺകുഞ്ഞ് അവൾ ദൈവസന്നിധി വിലമതിക്കപ്പെട്ടവളാണ്. ദൈവത്തിൻ്റെ കൃപ അവളിൽ വസിക്കുന്നവളാണ്. അതാണ് ഒന്നാമതായി ദൈവകൃപയുടെ അടയാളമാണ് ഓരോ കുഞ്ഞും. പ്രത്യേകിച്ച് ഒരു പെൺ ശിശുവായിരുന്നാൽ ദൈവകൃപയുടെ ഒരു അടയാളമാണ്. ദ സിംബൽ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് നാം എപ്പോഴും ഓർക്കണം. 1997 ജൂലൈ മാസം 12-ാം തീയതി പാകിസ്ഥാനിലെ സ്വാത്ത് എന്ന് പറയുന്ന താലിബാൻ ഭീകരത ഉള്ള ആ ഭാഗത്ത് പിറന്ന കുട്ടി, ആ പെൺകുട്ടി അവൾ വളർന്നു. 17-ാമത്തെ വയസ്സിൽ നമ്മുടെ ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർത്ഥിയുമായിട്ട് നോബൽ പ്രൈസ് പങ്കിട്ടു എന്ന് നമുക്കറിയാം. ആ കുട്ടിയുടെ പേര് ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ലായിരിക്കാം. പല മൂവീസ് ആ കുട്ടിയുടെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. എ ഗേൾ ഫ്രം പാരഡൈസ് എന്ന്, പർദീസായിൽ നിന്നുള്ള പെൺകുട്ടി എന്നുള്ളതായിരുന്നു ഒരു മൂവിയുടെ പേര്. പിന്നെയും വേറെ ധാരാളം മൂവികൾ ഇറങ്ങിയിട്ടുണ്ട്. പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൊരുതി ദ മോസ്റ്റ് ഫേമസ് ടീനേജർ ഇൻ ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പെൺകുട്ടിയാണ്. കുട്ടിയുടെ പേര് മലാല യൂസഫ് സായി എന്നുള്ളതാണ്. 17-ാമത്തെ വയസ്സിൽ നോബൽ പ്രൈസ് നേടിയ കുട്ടിയാണ്. അവളുടെ ഭീകരന്മാർ വെടിയുണ്ട തലച്ചോറിൽ കയറി മരണത്തോട് മല്ലടിച്ച് അങ്ങനെ ഇംഗ്ലണ്ടിൽ പോയി ചികിത്സിച്ച് സുഖമായി വന്നവളാണ്. ഈ ലോകത്തെ പെൺകുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം അടരാടുന്ന ഒരു കുട്ടിയാണ്.
വേറെ ധാരാളം പുരസ്കാരങ്ങൾ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ പ്രധാനപ്പെട്ട നോബൽ പ്രൈസിന്റെ കാര്യം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കുട്ടിയെ വിശേഷിപ്പിക്കുന്നത് ദ മോസ്റ്റ് ഫേമസ് ടീനേജർ ഇൻ ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് 17 വയസ്സുള്ള 2014 ആ കുട്ടിക്ക് നോബൽ പ്രൈസ് ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടി ഒരു ഒന്നുമില്ലാതെ ആശുപത്രിയിൽ പോലും അല്ല കുഞ്ഞ് ജനിച്ചത്. വളരെ നിർധനരായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുഞ്ഞ്. അതുപോലെ അവളുടെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ കഠിനമായിരുന്നു. അവളുടെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് അവൾക്ക് വളരുവാൻ ഒട്ടും യാതൊരുവിധ പ്രോത്സാഹനവും ലഭിക്കുന്നതായിരുന്നില്ല. വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് അവൾ വളർന്നു വന്നത്. എന്നാൽ ദൈവം ആ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയി എത്തിച്ചു എന്ന് നമുക്കറിയാം. നമ്മുടെ തലമുറയിൽ ഈ നാളുകളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞ് ദൈവത്തിന്റെ വലിയ കൃപയാണെന്ന് പറയുമ്പോൾ, ദൈവകൃപയുടെ ഒരു അടയാളമാണെന്ന് പറയുമ്പോൾ, ദൈവത്തിന് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കുട്ടിയിലൂടെ ചെയ്തെടുക്കാനായിട്ട് കഴിയുക. നാം പഴയ നിയമത്തിൽ വായിച്ചല്ലോ, രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം. അവിടെ വായിച്ചു, അരാം രാജാവിന്റെ സേനാധിപതി നയമാൻ. അവൻ വലിയ പരാക്രമശാലിയായിരുന്നു. എങ്കിലും അവന് വളരെ ഗുരുതരമായൊരു രോഗമുണ്ടായിരുന്നു. ഒരു ശാപകരമായ രോഗമുണ്ടായിരുന്നു. അത് കുഷ്ഠമായിരുന്നു. അത് മറ്റുള്ളവരിൽ നിന്നൊക്കെ മറച്ചു വെച്ച് അവൻ മാന്യനും മഹാനുമായിട്ടൊക്കെ വിളങ്ങിയെങ്കിലും ഈ അവന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ഈ പെൺകുഞ്ഞെ അറിയാമായിരുന്നു തന്റെ യജമാനൻ കുഷ്ഠരോഗിയാണെന്ന്. ഇസ്രായേൽ ദേശത്ത് നിന്ന് കവർച്ച ചെയ്തപ്പോൾ അടിമയായിട്ട് കവർച്ച ചെയ്ത കൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നതാണ്, ഒരു പെൺകുട്ടി, ഒരു ചെറിയ കുട്ടി. അവളുടെ പേര് പോലും അവിടെ പറയുന്നില്ല. എന്നാൽ ആ കുട്ടി പറയുകയാണ്, ആ യജമാനത്തോട് പറയുകയാണ്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ നിന്ന് ചെന്നെങ്കിൽ അവന്റെ രോഗം മാറുമായിരുന്നു. ആ പെൺകുട്ടിയുടെ വാക്ക് അവൻ മാനിക്കുന്നുണ്ട്. പിന്നീടൊക്കെ നടന്ന ചരിത്രമാണ് നമുക്കറിയാം. അങ്ങനെ അവൻ സൗഖ്യമാകുന്നുണ്ട് നയമാൻ. അത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ്. ഒരു പ്രതിസന്ധി ഉണ്ട് ആ ഭവനത്തിൽ. ആ ഭവനത്തിൽ വലിയൊരു സങ്കടമുണ്ട്. വലിയ മഹാനാണ്, വലിയ പരാക്രമശാലിയാണ്, രാജാവിന്റെ പടനായകനാണ്. എന്നിരുന്നാലും അവന്റെ ഉള്ളിൽ ഒരു സമാധാനവുമില്ല. കാരണം തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. കുഷ്ഠമെന്ന രോഗം കാർന്ന് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ താൻ ഈ രോഗത്തിന് അടിമയായി മരണപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞ് തന്റെ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടും. അങ്ങനെ അവർ ഹൃദയത്തിൽ സമാധാനമില്ലാതെ കഴിയുമ്പോൾ ഈ കുഞ്ഞ് അവന്റെ വിടുതലിന് മുഖാന്തരമായിട്ട് തീരുകയാണ്. ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും കൊണ്ടുവരുവാൻ ഈ കുഞ്ഞൊരു മുഖാന്തരമായിട്ട് മാറുകയാണ്. ദൈവത്തെ കൃപയുടെ അടയാളമായിട്ട് അവിടെ തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ലേഖനഭാഗം നാം വായിച്ചല്ലോ, അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിച്ചു. അവിടെ നാം കാണുന്നത് രോദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ട് തുടങ്ങി. ഹെരോദാവ് അപ്പോസ്തലനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. യഹൂദന്മാർക്ക് അത് വലിയ സന്തോഷമായിരുന്നു. അവിടെയും വലിയ പ്രതിസന്ധിയുടെ ഒരു സന്ദർഭമാണ്. പത്രോസിനെയും അവർ പിടിച്ചു, ഹെരോദാവ് പിടിച്ചു, ജയിലിലാക്കിയിരിക്കുകയാണ്. പത്രോസ് ജയിലിൽ കിടക്കുകയാണ്. കാരാഗ്രഹ പ്രമാണിമാർ ധാരാളം ആളുകൾ കാരാഗ്രഹത്തിൽ കാവൽ ചെയ്യുന്നുണ്ട്. പടയാളികളുടെ മധ്യത്തിലാണ് ഉറങ്ങുന്നത്. ചങ്ങലയാൽ ബന്ധനസ്ഥനാണ്. വിശ്വാസികൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഭവനത്തിലിരുന്ന്, കർത്താവേ, ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാക്കണമേ, ഇന്ന് രാത്രി തന്റെ ദാസൻ വിടുവിക്കപ്പെടണമേ, ചങ്ങലകൾക്ക് തകരട്ടെ എന്ന് എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമ്മളും പാടാറുണ്ടല്ലോ, ചങ്ങല അഴിയും ബന്ധനം അഴിയും ആരാധനയിലെങ്കിൽ എന്നൊക്കെ പാടാറുണ്ട്. അങ്ങനെ വലിയ ശക്തിയോടുകൂടെ അവർ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോറിൽ ഒരു മുട്ട് കേൾക്കുന്നു. രാവിലെ തലേ ദിവസം ഉണ്ടായ രാത്രി സംഭവിച്ചതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. പത്രോസ് ദൂതൻ വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് അവനെ വിളിച്ച് കൊണ്ടുപോവുക. ദൂതന്റെ പിന്നാലെ പത്രോസ് പോവുക. വാതിലൊക്കെ സ്വതവേ തുറന്നു കൊടുക്കുന്നതെല്ലാം നാം വായിക്കുന്നുണ്ട്. പത്രോസ് അങ്ങനെ മുട്ടിയപ്പോൾ ഈ കുട്ടി ഓടിച്ചെല്ലുകയാണ്. അവളുടെ പേരവിടെ പറയുന്നുണ്ട്, രോദ. പനിനീർ പുഷ്പം എന്നാണ് അതിന്റെ അർത്ഥം. അവള് ഓടിച്ചെന്നു വാതിൽ തുറക്കുന്നില്ല. കാരണം അവളുടെ സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടുകയായിരിക്കാം. പത്രോസിനെ അവൾക്ക് അറിയാം, ദൂരെ നിന്ന് കേട്ടാൽ അറിയാം. പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്, പത്രോസിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, പത്രോസിന്റെ ശബ്ദം കേട്ടാൽ പത്രോസാണെന്ന് അറിയാം. ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് അവൾ സന്തോഷത്തോടെ ഓടി വന്ന് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരോട് പറയുകയാണ്, ഭയങ്കര പ്രാർത്ഥനയാണ്, കർത്താവേ, നിന്റെ ദാസനെ ഈ രാത്രി കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞു വന്ന് പറഞ്ഞു. പത്രോസ് വെളിയിൽ നിന്ന് മുട്ടുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? അയ്യോ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയല്ലോ, ദൈവത്തിന്റെ സ്തോത്രം എന്ന് ഒരു കുഞ്ഞും പറഞ്ഞില്ല. അവർ എന്താ പറഞ്ഞത്? നിനക്ക് ഭ്രാന്തുണ്ടെന്നാ പറഞ്ഞ കുട്ടിയോട്. നിനക്ക് ഭ്രാന്തുണ്ടെന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. ഒരു കുഞ്ഞിന്റെ വാക്കിനെ അത്രത്തോളമേ അവർ ഗണിച്ചുള്ളൂ എന്നുള്ളതാണ്. അതിന് പ്രായമുള്ള ഒരാളാവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അവര് അംഗീകരിച്ചേനെ, വിശ്വസിച്ചേനെ. എന്നാൽ ഒരു കുട്ടി പറഞ്ഞപ്പോൾ, ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നിനക്ക് ഭ്രാന്തുണ്ടെന്ന്.
ആ രണ്ട് കാര്യമാണ്. ഒന്ന്, കുഞ്ഞിൻ്റെ വാക്ക് അവർ വിശ്വസിച്ചില്ല. രണ്ട്, അവർ ദൈവത്തിലും വിശ്വസിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ പ്രാർത്ഥന വിഷയം എന്തായിരുന്നു? അവര് ശ്രദ്ധയോടെ അവൻ പത്രോസ് തടവിലായപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സഭയ്ക്കാണ് ആ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടിയായെന്ന് ഈ കുഞ്ഞ് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ പോയത്. പ്രാന്തുണ്ട്. രണ്ട് കാര്യമാണ്. ഒരു കാരണവശാലും ഇവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനും പോകുന്നില്ല, ചങ്ങല അഴിയാനും പോകുന്നില്ല, ഇവൻ രക്ഷപ്പെടാനും പോകുന്നില്ല. മറ്റൊന്ന്, ഇവൾ പറഞ്ഞത് ഈ പെൺകുട്ടി ആയതുകൊണ്ടും വിശ്വസിക്കാൻ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. അവഗണിച്ച് കളയുന്ന, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്ന, അങ്ങനെ അവഗണിച്ച് കളയപ്പെടേണ്ടവരല്ല കുഞ്ഞുങ്ങൾ എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ ഓടിച്ചെന്നു, പത്രോസിനെ കണ്ടു, അവർ സന്തോഷിച്ചു, ആരോട് പറയരുതെന്നൊക്കെ പറയുന്നതായിട്ട് നാം വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പേര് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അവർ ദൈവകൃപയുടെ അടയാളങ്ങളായിട്ട് അവർ മാറുന്നു എന്ന് നാം അവിടെ ഓർക്കുകയാണ്. അവിടെ നാം വായിക്കുന്നത് ഒരു യേശുക്രിസ്തു, മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത് ജീസസ് ഗിവ്സ് ദ അഷ്വറൻസ് ഓഫ് ഫ്യൂച്ചർ ലൈഫ് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിനുള്ളതായ ഒരു ഉറപ്പ് യേശു നൽകുന്നു. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിച്ചല്ലോ. അത് നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ്. അവിടെ യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി, അദ്ദേഹത്തിൻ്റെ ഏക മകൾ, അവൾ മരിച്ചു. അവൾ മരിക്കുന്നതിന് മുമ്പാണ് യായിറോസ് വന്ന് യേശുവിൻ്റെ അടുക്കൽ പറയുന്നത്. അവിടെ നാം വായിക്കുന്നത് അവൻ്റെ അടുത്ത് വന്ന് വളരെ കരഞ്ഞ് പറയുകയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശു വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നു. അവനെ കണ്ടു, കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും തിരിച്ചെന്നു അവനെ തിക്കിക്കൊണ്ട്. അപ്പോൾ ഇവിടെ വലിയ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രതിസന്ധിയുണ്ട്. വലിയ പുരുഷാരമുണ്ട്. യേശു അക്കരയ്ക്ക് പോകാനായിട്ട് തോണിയിൽ കയറി ഇരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിലാണ് ഈ പള്ളിപ്രമാണി വന്ന് ഈ പുരുഷാരത്തെ ഒന്നും വകവയ്ക്കാതെ യേശുവിൻ്റെ കാൽക്കലോട്ട് വീഴുകയും, യേശുവിൻ്റെ കാൽക്കലേക്ക് വീഴുകയും, വീണിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുക, അവൾ ജീവിക്കേണ്ടതിന്, അവൾ രക്ഷപ്പെട്ട് ജീവിക്കാനായിട്ട് നീ വന്ന് അവളുടെ മേലൊന്ന് കൈവെക്കണമേ എന്ന് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. നമ്മൾ വായിക്കുന്നത് എന്ന് അപേക്ഷിച്ചു, വെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു, അല്ല അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. ആ അപേക്ഷയിൽ യേശുവിനെ പോകാതിരിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചത്, പ്രതിസന്ധിയുടെ മധ്യത്തിൽ, വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ അവർ വലിയ അനുഗ്രഹീതരായിട്ടുള്ള ദൈവകൃപയുടെ ഭാഗവാക്കുകളാകുന്നതാണ് നാം കണ്ടത്. ഇവിടെ നാം കാണുന്നത് ഒരു മരണാസന്നയായ ഒരു കുഞ്ഞിനു വേണ്ടി തൻ്റെ പിതാവ് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നതാണ്. ഇത് മാതാപിതാക്കൾക്കുള്ള വലിയ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെ സഭയ്ക്കുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. യേശു വിടുവിക്കുവാനായിട്ട്, യേശു സൗഖ്യമാക്കുവാനായിട്ട് മതിയായവനാണ്. യേശുവാണ് അവരെ സുരക്ഷിതരായിട്ട്, അവരുടെ സുരക്ഷിതമായ ഒരു ഫ്യൂച്ചർ അഷ്വർ ചെയ്യുന്നത് യേശുവാണ്. അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുക എന്നുള്ളതാണ്. ഇവൻ പള്ളിപ്രമാണിയാണ്. അവൻ്റെ പത്രാസോ മറ്റു കാര്യങ്ങളോ പദവിയോ ഒന്നും നോക്കുന്നില്ല, പുരുഷാരം ചുറ്റും നിൽക്കുന്നതൊന്നും നോക്കുന്നില്ല. യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, തൻ്റെ കുഞ്ഞ് ഒന്ന് സൗഖ്യമാകണം. അത് യേശു വന്ന് കൈവച്ചാൽ അത് സാധിക്കും. ആ വലിയ വിശ്വാസമായിരുന്നു ഈ മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ അവൻ വീണു എന്ന് നാം വായിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ കാൽക്കൽ വീഴുവാൻ, യേശുവിൻ്റെ കാൽക്കൽ കണ്ണീരോടുകൂടെ തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാനായിട്ട് കഴിയുമ്പോൾ കർത്താവ് അവരെ വിടുവിക്കുവാൻ മതിയായവനാണ്. നാം വായിക്കുന്നത് യേശുവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. യേശു അവൻ്റെ ഭവനത്തിൽ, അതിന് തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ യേശു ആ ഭവനത്തിൽ ചെന്നു. യേശു കർത്താവ് പറഞ്ഞു, കുഞ്ഞ് ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അന്നേരം നാം വായിക്കുന്നത് മറ്റുള്ളവരെല്ലാം യേശുവിനെ പരിഹസിച്ചു എന്ന് നാം വായിക്കുന്നത്. എന്നാൽ അവരുടെ വാക്ക് യേശു കാര്യമാക്കിയില്ല എന്ന് നാം വായിക്കുകയാണ്. യേശു അവരുടെ വാക്ക് കാര്യമാക്കാതെ അകത്ത് കടന്നു എന്നാണ് നാം വായിക്കുന്നത്. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത് അത്രേ എന്ന് അവരോട് പറഞ്ഞു. അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന്
കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാല എഴുന്നേൽക്കാം എന്ന അർത്ഥത്തിൽ തലീത കൂമി എന്ന് പറയുക. ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവളുടെ കൈക്ക് പിടിച്ചു. യേശുവിൻ്റെ ഒരു സ്പർശം. യേശു ആ ഭവനത്തിലേക്ക് ചെന്നു. യേശു തൊട്ടു, അവളെ സുഖപ്പെടുത്തി, അവളെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്ന് മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് നമ്മെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നവരാണ് എന്ന് വിചാരിക്കണം. ഒരു സഭ അത് വിചാരിക്കണം, ഒരു സമൂഹം അത് വിചാരിക്കണം. ദൈവം ഏൽപ്പിച്ചു തന്നതാണ് ഈ കുഞ്ഞുങ്ങളെ. യേശു കർത്താവ് മരണാസന്നയായ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തൻ്റെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമുക്ക് ഏൽപ്പിച്ച് തന്നവയാണ് എന്ന് ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. അവരെ പരിപാലിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ദൈവസന്നിധിയിൽ എപ്പോഴും സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ കർത്താവ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവരെ സൗഖ്യമാക്കുവാനും തൻ്റെ കരം നീട്ടി അവരെ സുഖപ്പെടുത്തുവാനും സാധിക്കും. അതുകൊണ്ട് അവരുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. യേശുവിൻ്റെ കരങ്ങളിലാണ് കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത് എന്ന് ഓർക്കുക. അതുകൊണ്ട് അവിടെ യാതൊരുവിധ ലിംഗനീതിയുടെ പ്രശ്നങ്ങളും ഇല്ല എന്ന് നമുക്കറിയാം. യേശു അവിടെ ഒരു ശരിയായ രീതിയിലുള്ളൊരു ജെൻഡർ ജസ്റ്റിസ് ആണ് യേശുവിൻ്റെ സമീപനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ഇൻജസ്റ്റിസ് ഇല്ല, ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ എന്നുള്ള വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നവനായിരിക്കുന്ന ഒരു കർത്താവ്. അതാണ് ഈ ഭാഗത്തൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവർ, അതുകൊണ്ട് നാം ഓർക്കണം, നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പെൺ ശിശുക്കൾ, അവര് ഒരിക്കലും തരം താഴ്ത്തപ്പെടേണ്ടവരല്ല, അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവരെ ഇഗ്നോർ ചെയ്ത് കളയേണ്ടവരല്ല. അവർ ദൈവകൃപയുടെ അടയാളങ്ങളാണ്, അവര് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ്സും അതുപോലെ ദൈവത്തിൻ്റെ മഹത്വവുമാണ് അവരിലും വ്യാപരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അവരെ മാനിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരെ ഉന്നതമായ നിലകളിലേക്ക് വളർന്നുയർന്ന് അവരുടെ ജീവിതവും അവരുടെ സാക്ഷ്യവും എല്ലാം അനുഗ്രഹമായി തീരട്ടെ. ഇന്നത്തെ പത്രത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു, അട്ടപ്പാടിയിൽ ഒരു പെൺകുട്ടിയാണ്, സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ പഠിപ്പിക്കുന്നത് ഇന്ന് പത്രത്തിൽ വായിക്കുവാനായിട്ടിടയായി. അപ്പോൾ കുഞ്ഞുങ്ങളെ എത്ര സാധ്യതകളും അവസരങ്ങളും ഒക്കെ കൊടുത്താൽ അവര് അനുഗ്രഹിക്കപ്പെട്ടവരായി എത്രയും മഹത്തായ ശുശ്രൂഷകൾ ചെയ്യും സഭയിലും സമൂഹത്തിലും. തീർച്ചയായിട്ടും അനന്തമായ സാധ്യതകൾ അവരുടെ ദൈവം കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ശുശ്രൂഷകളെ അല്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള കൃപകളെയൊക്കെ അവർക്ക് വെളിപ്പെടുത്തുവാനായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് അവർക്കായി നൽകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവകരങ്ങൾ അവരെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഈ കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിലൊക്കെ ദൈവം അവർക്ക് കൊടുക്കുന്ന കൃപ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് അല്പസമയം തിരുവചനം ധ്യാനിപ്പാൻ അവിടുന്ന് കൃപ തന്നതോർത്ത് സ്തോത്രം. കർത്താവെ, അരാം രാജാവിൻ്റെ ആയിരുന്ന നയമാൻ്റെ വീട്ടിലെ കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ചു. കർത്താവെ, അവൾ ആ ഭവനത്തിന് സന്തോഷവും അനുഗ്രഹവും സൗഖ്യവും വരുവാൻ മുഖാന്തരമായല്ലോ. കർത്താവെ, ഐറോസിൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ വായിച്ചു. അവൾ മരിച്ചവളായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടുകൂടെ, കർത്താവിലുള്ള വിശ്വാസത്തോടുകൂടെ ആ പിതാവ് വന്ന് നിലവിളിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ആ ഭവനത്തിൽ ചെന്നവരെ സൗഖ്യം നൽകിയത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, സഭയുടെ വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ്, കുടുംബങ്ങളുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ അതിലൂടെ മനസ്സിലാക്കുന്നു. അതുപോലെ കർത്താവെ, രോധ എന്ന പെൺകുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു. അവളെ കർത്താവെ ദൈവവചനം കേട്ടവളാണ്. കർത്താവെ, അവളെ വളരെ സന്തോഷത്തോടുകൂടെ പത്രോസിൻ്റെ വിടുതലിന് സാക്ഷ്യം വഹിച്ചവളാണല്ലോ. കർത്താവെ, കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരിലൂടെ സഭയ്ക്കും കുടുംബങ്ങൾക്കൊക്കെ ലഭിക്കുന്ന നന്മകൾക്കും ദൈവമേ അനുഗ്രഹത്തിനും എല്ലാമായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ അവിടെ നിറയ്ക്കണം, ആരും മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. കർത്താവ് നമുക്ക് നമ്മുടെ അപ്പസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ സ്വീകരിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു.
ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു, പന്തിയോസ് പിലാത്തോസിനെ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അടുത്ത് പാടത്തിരിക്കുന്നു. അവർ നന്ദിയുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ ഒരുങ്ങുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിന്റെ സഭയിൽ വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യമായ ജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുങ്ങാം. പൊതുവായ ആവശ്യങ്ങളെയും വിഷയങ്ങളെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ വലിയ പ്രയാസത്തിൻ്റെ മധ്യേ, പ്രതികൂലത്തിൻ്റെ മധ്യേ മനുഷ്യകുലമാകമാനം കടന്നു പോകുമ്പോൾ കർത്താവെ, അവിടുന്ന് വിടുതലും സൗഖ്യവും സമാധാനവുമായി ഞങ്ങളുടെ ഉള്ളങ്ങളിലും ഞങ്ങളുടെ ഇടങ്ങളിലും കടന്നു വരയണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും സ്നേഹവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ അങ്ങ് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപയെ നിങ്ങൾക്ക് തന്നല്ലോ. ഭവനങ്ങളിലായിരുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, എവിടെയെല്ലാം ഇരുന്ന് ഈ ആരാധനയിൽ കർത്താവെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. വാർദ്ധക്യ സഹജമായ ക്ഷീണതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ അവിടുത്തെ ധൈര്യവും പ്രത്യാശയും കൊടുത്ത് ബലപ്പെടുത്തണമേ. ദൂരദേശങ്ങളിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവെ, നിന്റെ കരങ്ങളാൽ അവിടുന്ന് വഹിച്ച് വഴി നടത്തണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്റെ മക്കളെ അനുഗ്രഹിച്ച് നല്ല ഭാവി ഒരുക്കി അവർ ഉയർത്തണമേ. അവരൊരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല കർത്താവെ, അവർ വില കുറച്ച് കാണപ്പെടേണ്ടവരല്ല. അവർ ദൈവകൃപയുടെ അടയാളങ്ങളാകുന്നു എന്നോർക്കുവാൻ, കർത്താവെ, അവരുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാകുന്നു എന്ന് ഓർക്കുവാൻ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സൺഡേ സ്കൂൾ മക്കളെല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. കർത്താവെ, അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാരെ ഓർക്കുന്നു. ബന്ധുമിത്രാദികളെ ഓർക്കുന്നു. ദേശവാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരി ആരുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവെ, മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിൽ, അതുപോലെ വെന്റിലേറ്ററുകളിൽ, ICUവിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഈ മഹാമാരിക്കെതിരായി പോരാടുന്ന എല്ലാ നേഴ്സുമാരെയും ഡോക്ടേഴ്സിനെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലുള്ള പ്രിയ സഹോദരങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവം നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരെ എല്ലാവിധ രോഗബാധകളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ദൂരദേശങ്ങളിലായിരിക്കുന്ന പ്രിയ മക്കളുണ്ടല്ലോ, ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കടഭാരത്താലും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളാലും ബുദ്ധിമുട്ടുന്നവർ, കർത്താവ്, ജോലി സംബന്ധമായ പ്രയാസങ്ങൾ നേരിട്ടിട്ടുള്ളവർ, ദൈവമായ പഠനമൊക്കെ മുടങ്ങിപ്പോയിട്ടുള്ളവർ, കർത്താവെ, ഭാവി ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇടവകയെ ഓർക്കുന്നു. കർത്താവ്, ഇടവകയുടെ ശുശ്രൂഷകളെ ഓർക്കുന്നു. ഇടവകയിലെ എല്ലാ ആരാധനകളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലോട് നിറയ്ക്കണം കർത്താവ്. ഞങ്ങളെ ചോദിച്ചൊരപ്പുറമായ അനുഗ്രഹങ്ങളാലോട് ഞങ്ങളെ വഴി നടത്തണമേ. മാനവും മഹത്വം എല്ലാം അവിടെ നിൽക്കണമേ. യേശു മശിഹാമൂലം പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അവിടുന്ന് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കർത്താവേ, ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു. ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രിയമുള്ളവരെ നാം എല്ലാവരോടുകൂടി എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആരാധനയുടെ ഒടുവിലായി 412 ഗീതം നമുക്ക് പാടാം. ഈ സമയത്ത് സ്തോത്ര കാഴ്ച മാറ്റിവെക്കാനുള്ളൊരു അവസരവും കൂടിയായിട്ട് നമുക്ക് എടുക്കാം. 412 ഗീതം. ജീവൻ
കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനമായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ